പിന്നെ ഉള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ധാബകളാണ്. നോർത്ത് ഇന്ത്യയിലോട്ട് വരുന്ന ധാബ എന്ന് വെച്ചാൽ കറക്റ്റ് അത് നോർത്ത് ഇന്ത്യയിലോട്ട് വരുന്ന ഡ്രൈവർമാർക്കാണ്. ഈ സൈഡിലോട്ടൊക്കെ വരുമ്പം ഈ നോർത്ത് സൈഡിലുള്ള ബോട്ടിലുകൾക്കാണ് ധാബ എന്ന് പറയുന്നത്. അതായത് അവിടെ കുളിക്കാനുള്ള സൗകര്യം കാണും, ബാത്റൂം സൗകര്യം കാണും. നമുക്ക് വണ്ടി, അതായത് ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ അതിന്റെ 4 ഇരട്ടി ഒരു 10, 20, 30, 50 വണ്ടി വരെ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഗ്രൗണ്ട് കാണും. അങ്ങനെയുള്ള ധാബകൾ നമ്മൾ നൈറ്റ് വണ്ടി ഹാൾട്ട് ചെയ്താൽ ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ ധാബിൽ സെക്യൂരിറ്റി കാണും. ആ സെക്യൂരിറ്റി ഉള്ളതിനാല് നമുക്ക് അവിടെ 20 രൂപ ഫീസ് കൊടുത്താല് രാവിലെ നമ്മളിപ്പോ നമ്മളൊരു സമയം പറയുക, സെക്യൂരിറ്റി ഒന്ന് ചോദിക്കും നമ്മൾ ഹാൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര മണിക്ക് പോയി. നമ്മൾ 3 മണി എന്ന് പറഞ്ഞാല് ചിലടത്ത് നമ്മൾ ടയറയില് ആ സെക്യൂരിറ്റി സമയം നോട്ട് ചെയ്ത് വെക്കും. കറക്റ്റ് 3 മണി നമ്മൾ അലാറം വെക്കണ്ട, നമ്മളെ ഒന്ന് വിളിച്ചോടത്തി കൊടുത്തപ്പോ നമ്മൾ 20 രൂപ കൊടുത്താൽ നമുക്ക് അവിടെ ഫ്രഷ് ആയിട്ട് നമുക്ക് പോകാം. അപ്പൊ ഫുഡ്, പാർക്കിങ്, ബാത്റൂം, പിന്നെ സേഫ്റ്റി, ഒരു സെക്യൂരിറ്റി ഉൾപ്പെടെ ഉണ്ടാവും ധാബയിൽ താമസം. ധാബയിൽ നിൽക്കുവാണെങ്കിൽ സെക്യൂരിറ്റി ഉൾപ്പെടെ കാണും. നമ്മൾ അവിടെ നിന്ന് എന്തോ ചെയ്യണ്ടേ? ധാബയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കണം. നമ്മൾ ഫുഡ് കഴിക്കണം. ഫുഡ് ഉറപ്പായിട്ടും കഴിക്കണം. അത് ചിലടത്ത് നിർബന്ധമൊന്നുമില്ല. ചിലടത്ത് അവർ ഫുഡ് കഴിച്ചില്ലേ ഹാൾട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അത് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഈ 3ാമത്തെ സ്ഥലമാണ് ഈ നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അണ്ടറിൽ വരുന്ന പാർക്കിംഗ് ഗ്രൗണ്ടുകൾ. അത് ഈ റോഡ് സൈഡിൽ തന്നെ ബോർഡ് കാണും, പാർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറയണ്ട. അത് ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല, വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം. അവിടെ ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റിയും കിട്ടുന്നതായിരിക്കും. ഈ ടോൾ പ്ലാസയിൽ ഇടുന്നത് നമ്മള് ഒരു മക്കളെല്ലാം കൊണ്ട് ഇടുന്നത് അത് നിയമപരമായിട്ട് അവിടെ ഇടാൻ അങ്ങനെയല്ല. ഒരു അനുവാദം ഉണ്ടോ ചോദിച്ചാൽ അനുവാദം ഇല്ല. പക്ഷെ അനുവാദം ഇല്ല ഇടുന്നുണ്ടോ ചോദിച്ചാൽ എല്ലാവരും ഇടുകയും ചെയ്യും. കാരണം സേഫ്റ്റിക്ക് വേണ്ടി അവിടെ ഇടും. ഇട്ട് കിടന്നുറങ്ങും. ഒരുപാട് മക്കളെ ഒരുമിച്ച് കിടന്ന് അവര് വന്ന് സെക്യൂരിറ്റി വന്ന് നിങ്ങൾ വണ്ടി എടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞാല് നമ്മൾ എടുത്തോണ്ട് പോയേ പറ്റത്തുള്ളൂ. ആ സമയത്ത് നമുക്ക് വല്ല ഞങ്ങൾക്ക് ഇവിടെ ഇട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ബലം പിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് അവിടെ ഒരു ആൾക്കൂട്ടം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ ഇടാൻ ശ്രമിക്കുന്നത്. നമ്മളിടാതെ അവിടെ ആൾക്കൂട്ടം കൊണ്ട് പൊതുവെ എല്ലായിടത്തും അങ്ങനെ പ്രശ്നങ്ങൾ വരാറില്ല. നമ്മൾ കാരണം നൈറ്റിൽ നമുക്ക് ഇന്നലെ തന്നെ നമുക്ക് അനുഭവപ്പെട്ടതാണ്. ഒരു പാർക്കിംഗ് സ്ഥലം കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര കിലോമീറ്റർ 30-40 കിലോമീറ്റർ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഓടി. ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒഡീസയിലോട്ട് പോകുമ്പോ ഏറ്റവും അവസാനത്തെ ടോൾ പ്ലാസ കഴിഞ്ഞു. ഏകദേശം ഇന്നത്തെ ദിവസം 7 ടോൾ പ്ലാസ നമ്മൾ കഴിഞ്ഞു. ഇന്നലെ 9 ടോൾ പ്ലാസയാണ്. അപ്പൊ ടോൾ പ്ലാസയ്ക്ക് ഒരു കുറവില്ലല്ലേ? പൈസയൊക്കെ ഒരുപാട് പൊട്ടിക്കുന്നുണ്ട് നമ്മള്. പൈസ നമുക്ക് വിഷയമല്ല, പൈസ വിഷയമില്ല. അപ്പൊ ഇവിടെ ഒഡീഷയോട് അടുക്കും തോറും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ സാധനങ്ങൾക്ക് വില കുറഞ്ഞു തുടങ്ങിയില്ല. 59 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 59 തൊഴുത്തില്ലേ എന്തോളായത് സംഭവം? പശു ഒക്കെ കിടക്കുന്നത് പശു റോഡിൽ. ഈ റോഡ് മുഴുവൻ പശുക്കൾ. എന്താ പശുവിന്റെ വിചാരം എന്തുവാ? അതാണ് അതിന്റെ തൊഴുത്തെന്ന് റോഡ്. ഇനി അങ്ങോട്ട് ഇതാണ് കാഴ്ച. നമ്മളിവിടെ മാറ്റിക്കൊണ്ട് പൊക്കോളാം. കഴിഞ്ഞ നീണ്ട 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന്